പത്തനംതിട്ടയിലേക്ക് ഒരിക്കൽ കൂടി പോകാം. പത്തനംതിട്ട ജില്ലയിൽ മഴ തുടരുകയാണ്. റാന്നിയിൽ പൂർണ്ണമായും, ആറന്മുളയിൽ ഭാഗികമായും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നിരവധി പേർ ക്യാമ്പുകളിൽ തുടരുകയാണ്. ഇപ്പോഴും റാന്നിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ ഇന്ന് രാത്രി അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ ശ്രദ്ധ വേണ്ടത് തിരുവല്ലയിലേക്കെന്നും മന്ത്രി. മാർട്ടിൻ ജോസഫ് വിശദാംശങ്ങളുമായി. മാർട്ടിൻ, ആറന്മുളയിലും റാന്നിയിലുമൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങിയ ഭാഗങ്ങളിൽ ഇനി ശുചീകരണ പ്രവർത്തനങ്ങളിലേക്കാണ് ശ്രദ്ധയൂന്നേണ്ടത്. പക്ഷെ അങ്ങനെ പൂർണ്ണമായും വെള്ളക്കെട്ട് ഒഴിഞ്ഞു എന്നൊരു നിലയിലേക്ക് എത്തിയിട്ടുണ്ടോ? മഴയുടെ സ്ഥിതി എന്താണ്? സൈഫുദ്ദീൻ, മഴ ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കുറച്ചു മുമ്പാണ് പത്തനംതിട്ട ജില്ലയിൽ റെഡ് അലേർട്ട് കൂടി പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ആശങ്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എങ്കിൽ പോലും മറ്റൊരു വസ്തുത എന്തെന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളം കയറിയ റാന്നിയിലും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴുള്ള അവിടെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ അടക്കം നടക്കുന്നുണ്ടെങ്കിലും ആളുകൾ ഇപ്പോഴും റാന്നി ഭാഗങ്ങളിൽ തീർച്ചയായിട്ടും ക്യാമ്പുകളിൽ ഇപ്പോഴും കഴിയുകയാണ്. എന്നാൽ അവിടുന്ന് താഴത്തേക്ക് വരുമ്പോഴത്തേനും ആറന്മുള ഭാഗത്തേക്ക് വരുമ്പോൾ ഭാഗികമായിട്ട് മാത്രമേ വെള്ളം ഇറങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ക്യാമ്പുകളിൽ ആളുകൾ ഇപ്പോഴും തന്നെ തുടരുകയാണ്. പൂർണ്ണമായും വീടുകളിൽ നിന്നും ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് പ്രധാന റോഡുകളിൽ നിന്നും ജംഗ്ഷനുകളിൽ നിന്നും മാത്രമാണ് ഇപ്പോൾ ആറന്മുള ഭാഗങ്ങളിൽ വെള്ളം ഇറങ്ങിയിട്ടുള്ളൂ. ആ വെള്ളം മറ്റുള്ള വീടുകളിലും മറ്റുള്ള പ്രദേശങ്ങളിലുമെല്ലാം ഇപ്പോഴും വെള്ളക്കെട്ട് തന്നെ തുടരുകയാണ് എന്നുള്ളത് ആശങ്കയുണർത്തുന്ന കാര്യമാണ്. അക്കൂട്ടത്തിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട് കൂടി പ്രഖ്യാപിക്കുന്നതും ഇനിയും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആശങ്ക ഒഴിഞ്ഞൊരു സാഹചര്യം ഇപ്പോഴും പത്തനംതിട്ടയിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നിരവധി ആളുകൾ ഇപ്പോഴും ക്യാമ്പുകളിൽ തന്നെ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു വസ്തുത എന്ന് പറയുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ ആയിട്ട് വിവിധ സന്നദ്ധ സംഘടനകൾ എത്തുന്നുണ്ടെങ്കിലും പല ക്യാമ്പുകളിലും പലവിധ പരാതികൾ ഉയരുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഈ കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഇപ്പോഴും ആളുകൾ ക്യാമ്പിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. കഴിഞ്ഞ ദിവസം 138ഓളം ക്യാമ്പുകൾ പത്തനംതിട്ടയിൽ തന്നെ തുടങ്ങിയിരുന്നു. അതിൽ വലിയൊരു വിഭാഗം ക്യാമ്പുകളും ആറന്മുള ഭാഗത്താണെന്നുള്ളതാണ് ഇതിനകത്തൊരു വസ്തുത എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോഴും ആളുകൾ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. നിരവധി ആളുകൾ ഇപ്പോഴും കഴിയുന്നുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അവർക്കും ഇപ്പോൾ ഉടനെ വീടുകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് അവർ താമസിക്കുന്ന ഇടങ്ങളിലേക്കോ പോകാൻ കഴിയാത്തൊരു വിധത്തിലുള്ളൊരു സ്ഥിതിയാണ് ഇപ്പോഴും ഉള്ളത്. വീടുകളിൽ നിന്ന് പൂർണ്ണമായിട്ടും വെള്ളം ഇറങ്ങിയിട്ടില്ല. പല സ്ഥലങ്ങളിലും ഇപ്പോഴും ആറന്മുളയിൽ വെള്ളക്കെട്ട് ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇപ്പോഴും പല വീടുകളിലും ആളുകൾക്ക് വെള്ളം പൊങ്ങിയ പ്രദേശങ്ങളിലെ ആളുകൾ വീടുകളിൽ കഴിയുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു വസ്തുത തന്നെയാണ്. സൈഫുദ്ദീൻ.